സുമേഷ്, എവിടെ അവൻ? ആരാ അവൻ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ. അവൻ എന്റെ കൈ കിട്ടിയാലേ ഞാൻ അവനെ ചമ്മന്തി പോലെ ആയിരിക്കും. അല്ല, അവൻ എന്നെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ റാണിയെ കൊണ്ടുപോകാനുള്ള ധൈര്യം അവൻ എങ്ങനെ കിട്ടി? എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അവനെ ഇടിച്ചടിച്ച് ചമ്മന്തിയാക്കും. എവിടെ അവൻ? അവനെ കാണാൻ ഡിക്റ്റോ എന്നെ പോലെയുണ്ടോ? എടാ സുമേഷേ, താനായിരുന്നോ? പറ്റിപ്പോയി മേഡം. മേഡത്തിന്റെ റാണിയെ കിഡ്നാപ്പ് ചെയ്തത് ഞാൻ തന്നെയാവും മേഡം. തനിക്ക് ശരിക്കും ഭ്രാന്താണോട്? ഒരു ബന്ധമില്ലാതെ ഓരോന്ന് എന്തിനാ ചെയ്തു കൂട്ടുന്നേ? തനിക്കൊരു അരപ്പിരി ലൂസാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ല, അല്ലെങ്കിൽ തന്നെ ലൂസാ. തനിക്ക് ആശുപത്രി പോയിക്കൂടെ? സോറി മേഡം, ബോസ് എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ തിരിച്ചൊന്നും പറയാതെ ചെയ്തു. ദയവ് ചെയ്ത് എന്നോട് ദേഷ്യപ്പെടരുത്. എന്റെ റാണിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വരാൻ നിന്റെ ബോസ് പറഞ്ഞു? നിന്റെ ആ മഹാനായ ബോസ് അവിടെ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും അറിയില്ല രാമനാരായണെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്നെ ദയവ് ചെയ്ത് ഒന്നിനും വിളിക്കരുതേ. ശരി, ആയിക്കോട്ടെ. നിന്നോടുള്ള ദേഷ്യം മുഴുവൻ ഞാൻ അവനോട് തീർത്തോളാം. കുറച്ചു മുമ്പായിരുന്നെങ്കിൽ ദേഷ്യം ഞാൻ ബാലൻസ് ചെയ്തേനെ. ഇനി ഞാനൊരു കാട്ടുതീയായിട്ട് പടരാൻ പോവാ. എന്റെ ആഞ്ജനേയ സ്വാമി, നീ എന്നെ രക്ഷപ്പെടുത്തി. താങ്ക്സ്. ഹായ് കഴുതക്കുട്ടി, നിന്റെ റാണി എങ്ങനെയുണ്ട്? ഇപ്പോഴാ നിന്റെ റാണി ഒരു റാണിയായി മാറിയത്, ശരിയല്ലേ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ റാണിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വരാൻ സുമേഷിനോട് പറഞ്ഞത് നീയാണോ? പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഓഫീസിലേക്ക് വരാൻ പറഞ്ഞപ്പോ വരില്ലെന്ന് പറഞ്ഞു. നീ ഇനി വന്നില്ലെങ്കിലോ എന്ന് വെച്ച് ഞാൻ പേടിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എത്തിച്ചല്ലേ പറ്റുള്ളൂ. അതിന് ഈ വഴി മാത്രമേ കണ്ടുള്ളൂ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അതിന് ന്യായം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ നീ. നിന്റെ സുമേഷും കൂടെ ഓരോന്ന് ചെയ്തിട്ട് മനുഷ്യന്റെ സമാധാനം പോയി. നിനക്കാകെ ഞാനൊരു ഗേൾ ഫ്രണ്ട് അല്ലേ ഉള്ളൂ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്നെ ഒന്ന് വിഷു പോലും ചെയ്തില്ല. എന്നിട്ട് വലിയ ആളായിട്ട് വന്ന് ഡയലോഗ് പറയാൻ നിൽക്കുന്നു. എനിക്ക് എന്ത് വിഷമായിന്നറിയോ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പോലും നീ മറന്നു പോയില്ലേ? ഈ അവസ്ഥ ലോകത്ത് ഒരു പെണ്ണിനും വരാൻ പാടില്ല. നിന്നെ ഒന്ന് പ്രേമിച്ചു പോയതിന് ഞാൻ ശരിക്കും വിഷമിക്കാം. എല്ലാം പറഞ്ഞല്ലോ അല്ലേ? ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആരാ നിന്നോട് പറഞ്ഞത് ഞാൻ നിന്റെ ബർത്ത്ഡേ മറന്നു കളഞ്ഞു എന്ന്?
ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയതിൽ പിന്നെ ഞാൻ എത്രമാത്രം മാറിപ്പോയെന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ അമ്മു? തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലും ഞാൻ നന്നായി മാറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ കാര്യത്തിൽ ഞാൻ മാറിയ മാറ്റം നിനക്ക് കണ്ടാൽ മനസ്സിലാവും. നിന്റെ ബർത്ത്ഡേ ഞാൻ മറന്നുപോകാനോ? നോ വേ, നോട്ട് പോസിബിൾ. പിന്നെ നീ എന്തെന്നെ വിഷയാത്തത്? നീ വിഷയാത്തോണ്ട് ഞാൻ എത്ര സങ്കടപ്പെട്ടു എന്നറിയോ? അങ്ങനെ വിഷയം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഇപ്പൊ മുന്നേ കിട്ടുമായിരുന്നു. ശരി, വാ പോവാം. എങ്ങോട്ട്? You trust me? ഇവൻ എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏയ് കളച്ചെടുക്ക, ഏയ് അവിടെ നിക്ക്. മൈ ഡിയർ പ്രസന്റ് ബോസ് ആൻഡ് ഫ്യൂച്ചർ ബോസ്, നിങ്ങളുടെ ഈ സ്പെഷ്യൽ ഡേ നന്നായി എൻജോയ് ചെയ്യും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യാതൊരു ശല്യവും ഉണ്ടാകാതെ ഈ സുമേഷ് നോക്കിക്കോളാം. ഇതെന്താ സംഭവിച്ചേ? ഇവരെങ്ങനെയാ ഇങ്ങോട്ടേക്ക് എത്തിയേ? ആ ആകാശ് ഇവരുടെ ചേട്ടനല്ലേ? ഇവളുടെ ചേട്ടൻ നല്ലൊരു ഉടായിപ്പാ. അപ്പൊ ഇവള് ലോക ഉടായിപ്പായിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അവളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. ഇന്നൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഇവളെ കാണുമ്പോ തന്നെ എന്തോ ഒരു നെഗറ്റീവ് വൈബ്സ് കിട്ടുന്നുണ്ട്. എന്തായാലും റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. എങ്ങനെങ്കിലും ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. അതിനിപ്പോ എന്താ വഴി? ഹലോ, എക്സ്ക്യൂസ് മീ. ഞാൻ അകത്ത് പെട്ടുപോയി. ആരെങ്കിലും പുറത്തുണ്ടോ? ഹലോ, ഓപ്പൺ ദി ഡോർ. ഹലോ, ആരെങ്കിലും പുറത്തുണ്ടോ? വെറുതെ
വെറുതെ ടെൻഷൻ അടിക്കല്ലേ മേഡം. ജീവിതമാകുമ്പോ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കണ്ടേ? മേഡത്തിന് വേണ്ടി ഞാൻ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ മേഡത്തിനെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞു വിടാം. അതുവരെ അകത്തുള്ള ഫെസിലിറ്റീസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കെ. കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. അകത്ത് AC ഉണ്ട്, അത് ഓണാക്കി തണുപ്പിക്ക്. ആ ചൂടൊക്കെ ഒന്ന് കുറയട്ടെ. വേദാന്ത്, നീ ഇത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നേ? സൂക്ഷിച്ച് കേറ്. എന്റെ ഫേവറേറ്റ് മുല്ലപ്പൂവിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട് എനിക്ക്. Excuse me. നിനക്കിഷ്ടമായോ? എന്ത് ചോദ്യ വേദാന്ത്? ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് എനിക്ക് പറയാനേ കഴിയുന്നില്ല. ഒത്തിരി 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 സന്തോഷായി. Excuse me. വേദാന്ത്, എന്തു പറ്റി വേദാന്ത്? എന്താ നിനക്ക് പനി പിടിച്ചോ? മഴ വല്ലതും നനഞ്ഞോ? അലർജി. എന്ത് അലർജി? ഒരു പെണ്ണ് അടുത്തുള്ളപ്പോൾ അലർജി ഇതുവരെ മാറിയില്ലെന്നാണോ? ഏയ്, ഇതൊന്നുമല്ല. എനിക്ക് പൂക്കളുടെ സ്മെൽ അലർജിയാ, എസ്പെഷ്യലി മുല്ലപ്പൂവ്. നിനക്ക് ഇഷ്ടമായോണ്ടോ വാങ്ങിച്ചത്?